ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് മെനക്കേടും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനോ അല്ലെങ്കിൽ നമുക്ക് രാത്രിയിൽ കഴിക്കാനോ അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ട് കഴിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഈ ഒരു അളവിൽ 2 മുട്ട വെച്ച് ചെയ്യുന്ന സമയത്ത് 2 പേർക്ക് കഴിക്കാനുള്ള ഒരു അളവ് ഉണ്ടാവും. ഇത് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അടുത്ത് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കനം കുറച്ച് കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കാം. അപ്പോൾ പാനിൽ അടിഭാഗത്ത് നിരത്തി വെച്ച് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് പാനിൻ്റെ അടിഭാഗത്ത് നമ്മൾ എടുത്തിട്ടുള്ള പാനിൻ്റെ അടിവശത്ത് വരുന്ന രീതിയിൽ മൊത്തത്തിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കതിൻ്റെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഈ ഉരുളക്കിഴങ്ങിലേക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പൊക്കെ ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാമെന്നേ ഉള്ളൂ. ഇനി അതിന് മുകളിലേക്ക് ഉരുളക്കിഴങ്ങൊക്കെ മൊരിഞ്ഞ് വന്നാൽ അതിന് മുകളിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഉരുളക്കിഴങ്ങിന് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. പാനിൻ്റെ അടിവശത്ത് മുഴുവനായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക. ഇനി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിന് മുകളിലൂടെ എല്ലായിടത്തേക്കും അവിടെ ഇവിടെ ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. സവാള കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം കനം കുറച്ച് കട്ട് ചെയ്തിട്ടുള്ളത് അതും ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് തക്കാളി കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ഞാൻ അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലൂടെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് സെറ്റായി വരുന്നതിന് മുമ്പ് തന്നെ ഒരു ചപ്പാത്തി ഇതിന് മുകളിലൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, അവിടെ ഒന്ന് പറ്റി പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്കൊന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് പാനിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഇഷ്ടം പോലെ കുറച്ച് ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കാം. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ വേണമെങ്കിൽ ആക്കി കൊടുക്കാം. ഞാൻ അതിൻ്റെ മുകളിൽ പിന്നെ ഒരു പീസ് ചീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചീസ് കൂടി വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് വേണമെങ്കിൽ റോൾ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു മിനിറ്റ് കൂടി ഇതുപോലെ പാനിൽ തന്നെ വെച്ചാൽ മതി. ചീസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സമയം മാത്രം. കുറച്ച് സമയം ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ അത്രയും സമയം വെച്ചാൽ തന്നെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടോടെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാനാണ് ടേസ്റ്റ്. ചീസൊക്കെ ഉണ്ടാകുമ്പോൾ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ തന്നെയാവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇതിപ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ളൊരു അളവ് ഉണ്ടാവും. നമ്മളിതിലേക്ക് ഉരുളക്കിഴങ്ങൊക്കെ വെച്ചത് കൊണ്ട് തന്നെ കുറച്ച് ഹെവിയാണ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണിത്. പിന്നെ നമുക്ക് ഏത് സമയത്ത് കഴിക്കാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.